വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4:13-14 ഇങ്ങനെ വായിക്കുന്നു. യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായിത്തീരും എന്ന് ഉത്തരം പറഞ്ഞു. അതെ, യേശു ക്രിസ്തു ശമരിക്കാരത്തിയായ സ്ത്രീയോട് പറയുന്ന വചനങ്ങളാണിവ. തകർന്ന് തരിപ്പണമായി ജീവിതമാകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ശമരിക്കാരത്തിയായ സ്ത്രീയോട് യേശുപ്പൻ പറയുന്ന വചനങ്ങളാണിവ. ആ സ്ത്രീക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. നിലവിലുള്ള വ്യക്തിയോ ഭർത്താവല്ല. അതെ, 5 വിവാഹം കഴിച്ചു. വിവാഹമേ വേണ്ട, എല്ലാം തകർന്ന് തരിപ്പണമായി ഇരിക്കുന്ന, ഒരു ഹോപ്പുമില്ലാതെ അസ്തമിച്ചിരിക്കുന്ന, ഇപ്പോൾ നിലവിലുള്ളതോ ഭർത്താവല്ല. ആമേൻ, സ്തോത്രം. ജീവിതമാകെ കുഴഞ്ഞു മറഞ്ഞു കിടക്കുന്ന അവസ്ഥയിലാണ് യേശുവിനെ അവർ കാണുന്നത്, അല്ലെങ്കിൽ കണ്ടുമുട്ടുന്നത്. യേശു അവരുടെ അരികിലേക്ക് വരുന്നത്. അതോടുകൂടി ആ ശമരിക്കാരത്തിയായ സ്ത്രീയുടെ ചരിത്രം തന്നെ മാറുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ആമേൻ, സ്തോത്രം. ആ വ്യക്തി യേശുവിലേക്ക് അവരുടെ ഹൃദയത്തെ പകരുന്നു. അവരുടെ സ്ഥിതി മാറുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവൈതലേ, നിങ്ങളുടെ ജീവിതവും കുഴഞ്ഞു മറഞ്ഞ അവസ്ഥയിലാണോ ഇരിക്കുന്നത്? സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ അവസ്ഥ ഇന്ന് ഈ പകലിൽ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ചരിത്രത്തെ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകലിൽ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, ആമേൻ, സ്തോത്രം, നിങ്ങളുടെ ജോലി മേഖലയിൽ നിങ്ങളൊരു തകർച്ചയിലായിരിക്കാം, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം, ബിസിനസ് തകർന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ശുശ്രൂഷ മേഖലകളിൽ മേൽ നിങ്ങൾ ആകെ തകർച്ചയിലിരുന്നായിരിക്കാം നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. മുമ്പോട്ട് ഒരു വഴിയില്ല, ആകെ ജീവിതം കുഴഞ്ഞു മറിയുന്ന ഒരു അവസ്ഥയിലായിരിക്കാം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ചരിത്രത്തെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. അവൻ്റെ പേരത്ര യേശു. ശമരിക്കാരത്തിയായ സ്ത്രീയുടെ ചരിത്രത്തെ മാറ്റിയ സ്വർഗത്തിലെ ദൈവം ഇന്ന് നിങ്ങളുടെ അരികിലേക്ക് ഈ പ്രഭാതത്തിൽ ഇറങ്ങി വന്നിരിക്കുന്നു. ആമേൻ, സ്തോത്രം. നിങ്ങളുടെ ചരിത്രത്തെ ഇന്ന് സ്വർഗത്തിലെ ദൈവം മാറ്റിയിരിക്കും. ആമേൻ, സ്തോത്രം. എത്ര പേര് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർ ആത്മാവിലൊന്ന് റെസ്പോണ്ട് ചെയ്തോട്ടെ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നിങ്ങളുടെ സ്തുതിയെ ഇന്ന് ഈ പകലിൽ മാറ്റുവാൻ പോകുന്നു. ആമേൻ, സ്തോത്രം. ആ ശമരിക്കാരത്തിയായ സ്ത്രീയാണ് ഹല്ലേലൂയ ശമരിയയിൽ പോയി കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ പറ്റി സാക്ഷ്യം അറിയിച്ചത്. അതെ, ശമരിയ പട്ടണമാകെ ആ സ്ത്രീ മുഖാന്തരം ഇളക്കി മറിച്ചു. ആമേൻ, സ്തോത്രം. കർത്താവിന്റെ വചനം 39 വാക്യം 4:39 ഇങ്ങനെ വായിക്കുന്നു. ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമരിയരും അവനിൽ വിശ്വസിച്ചു. ആമേൻ, സ്തോത്രം. ഒരു ഉണർവ് ശമരിയിൽ നടന്ന ആ സ്ത്രീ മുഖാന്തരം ആ സ്ത്രീയുടെ ചരിത്രം മാറിയപ്പോൾ, ആമേൻ, സ്തോത്രം, എന്നെ കേൾക്കുന്ന ശുശ്രൂഷകന്മാരെ, ആമേൻ, സ്തോത്രം, കർത്താവ് നിങ്ങളുടെ കൂടുണ്ട്. നിങ്ങൾ മുഖാന്തരം, ആമേൻ, സ്തോത്രം, ആ ദേശത്തെ ദൈവത്തിന്റെ വചനം കൊണ്ട് നിറയ്ക്കുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. ആമേൻ, സ്തോത്രം. നിങ്ങൾ ആയിരിക്കുന്ന ശുശ്രൂഷ മണ്ഡലത്തിന്മേൽ ഒതുങ്ങി പോകത്തില്ല. ആമേൻ, സ്തോത്രം. നിങ്ങൾ മുഖാന്തരം ആ ശമരിയിൽ, നിങ്ങളായിരിക്കുന്ന പട്ടണത്തിൽ ഒരു ഉണർവ് നടക്കുവാൻ പോകുന്നു. അത് എന്നെ കേൾക്കുന്ന, ആമേൻ, സ്തോത്രം, ജോലി മേഖലയിൽ തകർച്ചയിലായിരിക്കുന്ന, കുഴഞ്ഞു മറഞ്ഞു കിടക്കുന്ന അവസ്ഥയിലായിരിക്കും എന്നെ കേൾക്കുന്നെങ്കിൽ, നിങ്ങൾ മുഖാന്തരം ചരിത്രം മാറുവാൻ പോകുന്നു. കാരണം ചരിത്രത്തെ മാറ്റുന്ന ഒരു കർത്താവ് നിങ്ങളുടെ പടകിലുണ്ട്. ആമേൻ, സ്തോത്രം. രോഗിയായി ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ആമേൻ, സ്തോത്രം, പിശാചി നിങ്ങളുടെ ചരിത്രത്തെ ഒടുക്കുവാൻ നോക്കുമ്പോൾ ചരിത്രത്തെ മാറ്റി എഴുതുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ കിടക്ക വിട്ട് പുറത്തു വരും. എൻ്റെ കർത്താവിൻ്റെ സാക്ഷികളായി നിങ്ങൾ കർത്താവിൻ്റെ രാജ്യത്തിൽ പ്രയോജനപ്പെടുമെന്ന്. ബിസിനസ് തകർന്നിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ചരിത്രം ഇന്ന് പകലിൽ മാറുന്നു. നിങ്ങളുടെ സകല മേഖലകൾ മേലും ദൈവം പ്രവർത്തിക്കുമെന്നേ. ശമരിക്കാരത്തിയായ സ്ത്രീയുടെ, ആമേൻ, സ്തോത്രം, ആത്മീയ മേഖലകളിൽ മാത്രമല്ല കർത്താവ് വിടുതലയച്ചത്, ഭൗതിക മേഖലകളിൽ മേലും കർത്താവ് വിടുതലയച്ചു. ആമേൻ, സ്തോത്രം. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. അവൻ നിങ്ങളുടെ ജീവിതത്തിന്മേലും അത്ഭുതത്തെ ചെയ്യും. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. അങ്ങ് ആ നിത്യതയോളം എത്തുവോളം നിങ്ങളുടെ ചെറുതും വലുതും കാര്യങ്ങൾക്ക് എൻ്റെ സ്വർഗത്തിലെ ദൈവം നടത്തി തരുവാൻ അവൻ ശക്തനാണ്. ആമേൻ, സ്തോത്രം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ,
നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ, അടിയനെ കേട്ടുകൊണ്ടിരുന്ന പല നിലകളിലുള്ള വ്യക്തികൾ ഉണ്ടല്ലോ കർത്താപ്പച്ച. അവരുടെ വിഷയങ്ങളിൽ എൻ്റെ സ്വർഗം ഇന്ന് പ്രഭാതത്തിൽ ഇറങ്ങി വിടുതൽ കൽപ്പിച്ചാക്കാനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ശമരിക്കാരത്തിയായ സ്ത്രീയുടെ ചരിത്രത്തെ മാറ്റിയ ദൈവമേ, ഇന്ന് അടിയനെ കേട്ടുകൊണ്ടിരുന്ന പല തട്ടിലുള്ള കർത്താവെ, പല മേഖലകളിൽ ഉഴന്നലഞ്ഞ് വിഷയങ്ങളായി നിൽക്കുന്ന എല്ലാ വ്യക്തികളുടെ മേലും സ്വർഗത്തിലെ ദൈവത്തിന്റെ നീതി അത്ഭുതകരം വെളിപ്പെട്ടതിനായിട്ട് നന്ദി. തൻ്റെ മക്കളുടെ ചരിത്രത്തെ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകലിൽ ഒന്ന് തിരുത്തി എഴുതിയതിനായിട്ട് നന്ദി. കർത്താവെ, സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി പറയുന്നു. സകലമാനുമാത്രം കർത്താവിനെയാക്കായി ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ദൈവം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ.